ഇപ്പം ഞാൻ അടിവരയിട്ട് പറഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ്സ് വന്നാലും എനിക്കൊരു വിഷയമേ അല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പാമ്പ് പിടുത്തക്കാരുടെ എണ്ണം കേരളത്തിൽ കൂടിയപ്പോൾ പാമ്പിൻ്റെ എണ്ണം കൂടി. കാരണം വെച്ചാൽ പാമ്പ് പിടുത്തക്കാർ ആരാണെന്ന് പോലും ആൾക്കാർക്കില്ല. ഇപ്പോൾ വനം വകുപ്പിനെ ഞാൻ സപ്പോർട്ട്. വനം വകുപ്പ് പിടിക്കുന്ന പാമ്പുകൾ കാട്ടിലേക്ക് വിടുന്നുണ്ട്. എത്ര കടികളാണ് നടക്കുന്നത്, ചരിത്ര കടികളല്ലേ കേരളത്തിൽ നടക്കുന്നത്, ചരിത്ര മരണമല്ലേ പാമ്പിട്ട് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 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 അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. ശ്വാസം മുട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ അവർ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു തന്നെ, നിങ്ങൾക്ക് ആർക്കും അറിയാമോ, അത് വായ്ക്കകത്ത് വിരലിട്ടിട്ട് കഫം തുപ്പിക്കളയുമ്പോൾ ആ കഫം മണ്ടയിൽ കയറിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ഡോക്ടർ സംസാരിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ശക്തമായിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഓഫീസർമാർ, എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ, അവരുടെ വീട്ടിൽ ഞാൻ ഇന്ന് ആ വീടുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവരൊക്കെ ക്ഷമ കെട്ടിരിക്കുകയാണ്. അവിടെ ക്ഷമ കെടുന്നൊരു ദിവസം ഉണ്ടാവും. ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾ നിങ്ങൾ എത്തിക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആൻറ്റിവനം ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു. ആൻറ്റിവനം ഉണ്ട്, ശരിയാണ്, ആൻറ്റിവനം അവിടെ ഇരുന്നോട്ടെ. ആൻറ്റിവനം ചുമ്മാ സോക്കേസിലോ ഫ്രിഡ്ജിലോ ഇരുന്നിട്ട് കാര്യമില്ല. തൃശ്ശൂർ അമോൻ മരണപ്പെട്ടത് വള്ളിയിൽ കൂടി പാമ്പ് കയറുന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പൊട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ശങ്കുരൻ പാമ്പ് പകൽ സഞ്ചരിക്കുന്ന പാമ്പാണ്? ലോകത്തൊരിക്കലും പാമ്പുകൾ, ശങ്കുരൻ പാമ്പുകൾ പകൽ സഞ്ചാരികൾ, രാത്രി മാത്രം സഞ്ചരിക്കുന്ന പാമ്പാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു കാരണവശാലും പാമ്പടിയിട്ട് നിങ്ങൾ വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകരുത്. ഒരു കാരണവശാലും നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകരുത്. ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ മാത്രം എത്തിക്കുക. വേറെ പാമ്പിനെ തേടി നടക്കരുത്. ഏത് പാമ്പ് കടിച്ചാലും ഇന്ത്യയിൽ ഒറ്റ മരുന്നേ ഉള്ളൂ. അല്ലാതെ അണലിക്ക് വരെ, മൂർഖന് വരെ, ശങ്കുവിന് വരെ എന്നൊരു മരുന്നില്ല. വെനമുള്ള പാമ്പിൻ്റെ, മൂർഖൻ്റെ, അണലിയുടെ കടികൾ ഏകദേശം 499 പ്രാവശ്യം കടികൾ വാങ്ങി. അതിൽ 16 പ്രാവശ്യം ക്രിട്ടിക്കലായി, 6 പ്രാവശ്യം വെന്റിലേറ്ററിലും 10 പ്രാവശ്യം ഐസിലും കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ അവർക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ ഒരിക്കലും തകർത്ത് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരെന്നെ വിശ്വസിച്ച് ഞാൻ അവർക്ക് ധൈര്യം കൊടുക്കുന്നു. ഒന്നും വരാനില്ല, ധൈര്യമായിട്ട് ആ മോള് ധൈര്യമായിട്ട് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും പറഞ്ഞു ചൂട് കൂടുന്നു, പാമ്പ് ഇറങ്ങുന്നു. ചൂട് കൂടുന്നു 34 ഡിഗ്രി ചൂട്, അല്ലെങ്കിൽ 36 ഡിഗ്രി ചൂട് കേരളത്തിൽ, തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലൊക്കെ ഇത് ആദ്യമായിട്ടാണോ എന്നാണ് എൻ്റെ ചോദ്യം. എന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് 36 ഡിഗ്രി ചൂട് കേരളത്തിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് ഉണ്ടാകുന്നത്. ഇപ്പോൾ പാലക്കാട് ശരി 41 ഡിഗ്രി ചൂട് ഇപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം അടിവരായിട്ട് പറയുന്നു, പാമ്പ് ചൂട് കൂടുന്നത് കൊണ്ടല്ല പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അത് 100% ഉറപ്പാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം സിറ്റിക്കകത്ത് എൻ്റെ ഈ 39 വർഷത്തെ യാത്രക്കിടയിൽ കുഞ്ഞു മൂർഖന്മാരെ പോലും എനിക്ക് കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത, അത് നല്ല സൈസുള്ള, നല്ല കൈത്തണ്ടയുടെ കനമുള്ള മൂർഖൻ പാമ്പുകൾ വരുന്നു. എവിടെ നിന്ന് വരുന്നു? എന്തെങ്കിലും ഒരു ബസ് കയറി വരുമോ, അല്ലെങ്കിൽ ഒഴുക്കിലൊന്നും ഒരിക്കലും പാമ്പ് വരാൻ പോകുന്നില്ല, ബസ്സിൽ കയറി വരാൻ പോകുന്നു. ഇത്രയും പാമ്പുകൾ സിറ്റിക്കകത്ത് പിടികൂടുന്നു. ഇതുപോലെ ഓരോ ജില്ലകളിൽ ഇതുവരെ ഇല്ലാത്തത്ര. അന്ന് നമുക്ക് പറമ്പുകളുണ്ടായിരുന്നു, ഇന്ന് പറമ്പുകളില്ല. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, ഒരു ഗ്രാഹ്യമില്ലാതെ, ഒരു അന്വേഷണമില്ലാതെ ഇങ്ങനെ കഥകൾ പറയുകയാണ്. ഇപ്പം ഞാൻ അടിവരയിട്ട് പറഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ്സ് വന്നാലും എനിക്കൊരു വിഷയമേ അല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പാമ്പ് പിടുത്തക്കാരുടെ എണ്ണം കേരളത്തിൽ കൂടിയപ്പോൾ പാമ്പിൻ്റെ എണ്ണം കൂടി. കാരണം വെച്ചാൽ പാമ്പ് പിടുത്തക്കാർ ആരാണെന്ന് പോലും ആൾക്കാർക്കില്ല. ഇപ്പോൾ വനം വകുപ്പിനെ ഞാൻ സപ്പോർട്ട്. വനം വകുപ്പ് പിടിക്കുന്ന പാമ്പുകൾ കാട്ടിലേക്ക് വിടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ കേട്ടിട്ടില്ലാത്ത ആളൊന്നും പിടിച്ചിട്ടില്ല. അയാളുടെ പേര് പോലും വനം വകുപ്പിലില്ല, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പിടിക്കുന്ന പാമ്പുകളൊക്കെ എവിടെയാണ് വിടുന്നതെന്ന് ആർക്കില്ല. നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നമ്മുടെ ഭാരതത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെയാണ്, ഭാരതത്തിൽ പാമ്പിനെ പിടിക്കുന്ന, വനം വകുപ്പ് പിടിക്കുന്ന പാമ്പുകളുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ പിടിക്കുന്ന പാമ്പുകളുടെ ലിസ്റ്റ് അല്ല വേണ്ടത്, റിലീസ് ചെയ്യുന്ന ആരാണ് കൊണ്ടുവരുന്നത്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു എന്നുള്ള കണക്കുകൾ നമ്മുടെ പക്ഷം വേണം. പക്ഷേ അതിനൊരു നിയമം നമ്മുടെ ഭാരതത്തിലുണ്ട്. ആ നിയമം പാസ്സാക്കുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് മഹാരാഷ്ട്ര മാത്രം. മഹാരാഷ്ട്രയിൽ പിടിക്കുന്ന പാമ്പുകളെ അവർക്ക് വസിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ, ഉൾവനങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഒരു റിലീസിങ് പോളിസി എന്നുള്ള സാധനമുള്ളത് മഹാരാഷ്ട്രയിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ അറിയാമല്ലോ, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾ പിന്നെ യാത്ര ചെയ്തുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ പാമ്പ് കടിയെക്കുറിച്ചും പാമ്പടി എത്ര പേർക്ക് കിട്ടുന്നുണ്ടെങ്കിലും വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ പാമ്പടി കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മുടെ കേരളത്തിൽ പാമ്പ് കടിയുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ 2 മക്കൾ, കുഞ്ഞു മക്കൾ 2 മരണപ്പെട്ടു. 2 കുഞ്ഞു മക്കൾ മരണപ്പെട്ടു. 2 പേര് മാത്രമല്ല, കടി കിട്ടുന്ന എത്ര കേസുകളുണ്ട്. ഈ കടി കിട്ടുന്ന സമയത്ത് മരണപ്പെടുന്നതിനേക്കാളും അനുഭവിച്ച് ജീവിക്കുന്ന കുട്ടികൾ എത്ര പേരാണ് ഉള്ളത്. കാല് മുറിക്കപ്പെടേണ്ട കുട്ടികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലേക്ക് കോട്ടയത്ത് ഹമ്മിനോസ് ബിറ്റുവൈപ്പിൻ്റെ കടിയേറ്റത് 2 വർഷങ്ങൾക്ക് മുന്നേ നടന്നല്ലോ. എന്നിട്ട് 5 ദിവസങ്ങൾ, ഈ സംഭവത്തിന് 5 ദിവസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ജില്ലയിൽ വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടുവന്ന കുഞ്ഞിനെ അല്ലേ അണലിയുടെ കടിയേറ്റാണ്, കുഞ്ഞ് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ എല്ലാവരും എന്നെ വിളിക്കുന്നു, എനിക്ക് വാട്സപ്പെടുന്നത്. അവർക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ ഒരിക്കലും തകർത്ത് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരെന്നെ വിശ്വസിച്ച് ഞാൻ അവർക്ക് ധൈര്യം കൊടുക്കുന്നു. ഒന്നും വരാനില്ല, ധൈര്യമായിട്ട് ആ മോള് ധൈര്യമായിട്ട് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി. നിങ്ങളറിഞ്ഞില്ല, കഴിഞ്ഞ വർഷം ഒരു മലപ്പുറം ജില്ലയിൽ വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 2-3 വയലുള്ള സൈക്കിൾ എടുത്തുകൊണ്ട് മോനെ സൈക്കിളിൻ്റെ കയ്യിലിരുന്ന് അണലി കടിച്ച് കുട്ടി മരണപ്പെട്ടത് അറിഞ്ഞില്ലേ. അപ്പോൾ ഇത് നമ്മൾ പ്രധാനപ്പെട്ട കേസുകൾ മാത്രമേ
നമ്മൾ വാർത്തയാക്കുന്നു എന്നുള്ളത്. വനം വകുപ്പിൻ്റെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് ഈ 3 വർഷം കൊണ്ട് 2022 തൊട്ട് 26 25 വരെ എത്ര പേർക്ക് കടി കിട്ടിയെന്ന് പറയുമ്പോൾ 128 പേർക്ക് കടി കിട്ടി. ഇതാരെങ്കിലും എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. 128 പേർക്ക് വനം വകുപ്പിൻ്റെ ആൾക്കാർക്ക് മാത്രം പാമ്പടി കിട്ടി. നിങ്ങൾക്കറിയാമോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 പ്രാവശ്യമാണ് രാജവെമ്പിലെ കടി 2 പേർക്ക് കിട്ടിയത്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ചലിൽ എന്താ പറയുക ഹേമന്ത് എന്ന ചെറുപ്പക്കാരന് രാജവെമ്പിലെ കടി കിട്ടിയില്ല. എവിടെയെങ്കിലും അവിടെ ഒരു വാർത്ത വന്നിട്ടുണ്ടോ? ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ കഴിഞ്ഞ വർഷമല്ലേ നമ്മുടെ എന്താ പറയുക പാലോട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് ആറാട്ടിൽ പാമ്പിനെ പിടിക്കുന്ന ഒരു ഓഫീസർക്ക് രാജവെമ്പിലെ കടിയേറ്റത് എവിടെയെങ്കിലും ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ടോ? അത് മാത്രം നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എപ്പോഴും അനിവാര്യമെന്ന് പറയുന്നത് ഒരു മാറേണ്ട സമയമാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പാമ്പിനെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് പാമ്പിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇനിയാണ് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ വർഷങ്ങളായി കൊണ്ടുവരുന്ന ആളുകളൊക്കെ പേടി മാറ്റി കൊണ്ടുവന്ന് നടന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ പാവപ്പെട്ട ജീവങ്ങൾ ഞാൻ സേവ് ചെയ്യുന്ന ജീവിയിൽ നിന്ന് മറ്റൊരാളിന് അപകടം ഉണ്ടാകുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകുന്നു, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ്റെ ചെറിയെങ്കിൽ അഴൂർ മരിച്ച കൊച്ചുമോൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എത്ര കടികളാണ് നടക്കുന്നത്, ചരിത്ര കടികളല്ലേ കേരളത്തിൽ നടക്കുന്നത്, ചരിത്ര മരണമല്ലേ പാമ്പടിയിട്ട് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ചെറിയെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു മോനെ ഈ കൊച്ചുമോനെ പാമ്പടിച്ച് രാത്രി 2:30 കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എന്തായിരുന്നു, നേഴ്സ് വിളിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ 2-3 പേരും കൂടെ വരട്ടെ എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ പിന്നീട് ഡോക്ടർ അടിച്ചു എന്നിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയുമ്പോൾ അതിൽ പഴുതാര കടിച്ചായിരിക്കും, അല്ലെങ്കിൽ വണ്ട് കടിച്ചായിരിക്കും. എന്നിട്ട് കുട്ടി ശ്വാസം മുട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു എന്താ, നിങ്ങൾക്ക് ആർക്കും അറിയാമോ? അത് വായ്ക്കകത്ത് വിരലിട്ടിട്ട് കഫം തുപ്പിക്കളയുമ്പോൾ ആ കഫം മണ്ടയിൽ കയറിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ഡോക്ടർ സംസാരിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിന് ഞാൻ ശക്തമായിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഓഫീസർമാർ, എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ, അവരുടെ വീട്ടിൽ ഞാൻ ഇന്ന് ആ വീടോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവരൊക്കെ ക്ഷമ കെട്ടിരിക്കുകയാണ്. അവരുടെ ക്ഷമ കെടുന്നൊരു ദിവസം ഉണ്ടാവും. അന്ന് നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും. അന്ന് നിങ്ങൾ സമരം നടത്തിയിട്ട് നിങ്ങളോടൊപ്പം നമ്മളാരും ഉണ്ടാകത്തില്ല. നമ്മളെല്ലാവരും അവരുടെ വശമേ നിൽക്കുകയുള്ളൂ. നിങ്ങളൊക്കെ ജീവൻ രക്ഷിക്കേണ്ടവരാണ്. പക്ഷേ രക്ഷിക്കേണ്ട ചുമതലയുള്ള നിങ്ങൾ തന്നെ മരണത്തിലേക്കുള്ള വഴിയും കൂടി തെളിച്ചു വെച്ചു കൊടുത്താൽ ജനങ്ങൾ പ്രതികരിക്കേണ്ട ഒരു സമയം. നിങ്ങൾ കണ്ടല്ലോ ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുന്നേ ജനവാസ മേഖലയിൽ പാമ്പിനെ വിടാൻ വന്നു എന്ന് പറഞ്ഞ ഒരു ആറാട്ടി വണ്ടിയെ ജനങ്ങൾ തടഞ്ഞില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഭയപ്പെടാനല്ല വേണ്ടത്, നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് നമ്മൾ പാമ്പിനെ വീട്ടിനകത്തേക്ക് വിളിച്ച് വരുത്തുകയാണ്. എന്താ ബിരിയാണി എന്ന് പറയുന്നത്? ഇപ്പോൾ എല്ലാവരും ചെടി പ്രേമികളാണ്. ചെടിയെ സ്നേഹിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചെടിയെ സ്നേഹിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഒരടി ഗ്യാപ്പ് ഇട്ടെങ്കിലും ചട്ടികൾ വെക്കുക. ആ ചട്ടിക്ക് മുകളിൽ ചെടികൾ പടർന്നു കിടക്കാൻ അനുവദിക്കാതിരിക്കുക. ഒരു കാരണവശാലും ഇഷ്ടിക അടുക്കി വെച്ചിട്ട് ചട്ടികൾ വെക്കാതിരിക്കുക. ഇൻ്റർലോക്ക് വെച്ചിട്ട് വെക്കാതിരിക്കുക. സിമെൻറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം അത് വെച്ചിട്ട് ചെടി വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഹോളാണ്. ഇത് അവിടെ ഇരിക്കുന്ന തവളകൾ വന്ന് ഇതിൻ്റെ അടിയിൽ കയറിക്കും. അപ്പോൾ ഇതിനെ പിടിക്കാനായിട്ട് പാമ്പുകൾ. അപ്പോൾ അത് ആ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മമാരാണ് വില കൂടെ മുമ്പ് പെട്ടെന്ന് കടി കിട്ടാം. ഇത് അപകടമല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കുറച്ച് നാൾ കാണുന്നൊരു സംരംഭമാണ്. തെരുവ് നായ്ക്കൾക്ക് വീട്ടിൻ്റെ മുറ്റത്ത് വെള്ളം വെക്കും. തെരുവ് നായ്ക്കളെ വീട്ടിൽ അടുപ്പിക്കത്തില്ല, പക്ഷേ വീട്ടിൻ്റെ മുറ്റത്ത് വെള്ളം വെക്കും. തെരുവ് പൂച്ചകൾക്ക് വീട്ടിൻ്റെ മുറ്റത്ത് വെള്ളം വെക്കും. പക്ഷികൾക്ക് വെള്ളം വെക്കുന്നു. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഒഴിവാക്കണം. ഇതിനൊന്നും വെക്കേണ്ടത്. പക്ഷികൾക്ക് മരത്തിൻ്റെ മേളിൽ കെട്ടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മതിലിൻ്റെ മേളിൽ വെച്ച് കൊടുക്കും. തെരുവ് നായ്ക്കൾക്ക് കുറച്ച് പറമ്പ് വിട്ട് ദൂരോട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ റോഡ് സൈഡ് വെച്ച് കൊടുക്കുക. അവർ കുടിക്കില്ല, എന്നാൽ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ വെക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താമര, ആമ്പൽ എന്നിങ്ങനെ സാധനം വളർത്തുന്നത്. ഇപ്പോൾ ബക്കറ്റിലും ചെടിയിലൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങൾ താമര, ആമ്പലൊക്കെ വളർത്തുമ്പോൾ ചൂട് കൂടുമ്പോൾ പാമ്പുകൾക്ക്, എല്ലാ ജീവികൾക്കും വെള്ളം ആവശ്യമാണ്. അപ്പോൾ പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു വെള്ളം കുടിക്കാനായിട്ട് വരുന്നു. വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും മാളത്തിൽ അത് വസിക്കുന്നു. അപ്പോൾ നമ്മൾ അബദ്ധവശം നമ്മൾ വെളിയിറങ്ങുമ്പോൾ ചവിട്ടുന്ന കടി കിട്ടുന്നു. അതുമാത്രമല്ല പാമ്പുകളുടെ ഇണചേരൽ എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരിയാണ്. ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച് മുട്ടയിടുന്നു. മാർച്ച് അവസാനം ഏപ്രിൽ മുട്ട വിരിയുന്ന സമയം. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ അണലി പ്രസവിക്കുന്ന സമയമാണ്, മൂർഖൻ മുട്ടയിടുന്ന സമയമാണ്. അപ്പോൾ മുട്ടയിട്ട് കഴിയുന്ന സമയത്ത് തള്ളപ്പാമ്പുകൾ നല്ല ടയർഡായിരിക്കും. അപ്പോൾ അണലിയായിരുന്നാലും മൂർഖനായിരുന്നാലും ടയർഡായിരിക്കും. അപ്പോൾ ഇവർക്ക് പിന്നെ അടുത്ത് ഭക്ഷണം തേടി പോകാന്നുള്ളത്. ഭക്ഷണം തേടി പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ എലി ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ വീട്ടിലേക്ക് പരിസരത്തേക്ക് വരുന്നു. വെള്ളം എപ്പോഴും അനിവാര്യമാണ്. അപ്പോൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വരുന്ന അണലിക്കും അതുപോലെ മുട്ട വിരിഞ്ഞ ശേഷം വരുന്ന മൂർഖൻ പാമ്പുകൾക്ക് വെള്ളം വേണം. അപ്പോൾ വെള്ളം എവിടെയുണ്ടെന്ന് അവന് നാക്കുകൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റും. ആ വെള്ളം ഉള്ള സ്ഥലത്തേക്ക് അവൻ കൃത്യമായിട്ട് നമ്മുടെ കിച്ചൻ്റെ പുറകിലോ, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ സൈഡിലോ, അല്ലെങ്കിൽ അടുക്കളയുടെ സൈഡിലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഗാർഡനിലൊക്കെ വന്നെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ തറയിൽ ഫിഷ് ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് വെള്ളം വെക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കണം. കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഒഴിവാക്കണം. ഇതൊന്നും വെക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ ലവ് ബേഴ്സിൻ്റെ കൂടുതൽ ഹൈറ്റ് ചെയ്ത് വെക്കുക. ഇത്രയെങ്കിലും ഹൈറ്റ് ചെയ്ത് നമ്മൾ ലവ് ബേഴ്സിൻ്റെ കൂടുതൽ വെക്കുക. ഇതൊന്നും സ്നേഹിക്കേണ്ടെന്ന് വളർത്തേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 3 ലക്ഷത്തോളം വീടുകൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് കേരളത്തിൽ. കാസർഗോഡ് മുതൽ പാറശാല വരെ പാമ്പിനെ പിടിക്കാനായിട്ട്. ഏകദേശം 328 രാജവൻപാല ഉൾപ്പെടെ 1500 പെരുമ്പാമ്പുകൾ ഉൾപ്പെടെ ഇങ്ങനെ ഒരുപാട് 600 മേളിൽ ശങ്കുരൻ ഉൾപ്പെടെ ഒരുപാട് ഇതിൽ എനിക്ക് എല്ലാ ജില്ലയിൽ നിന്ന് എനിക്ക് പിടികൂടാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു അറിവാണ്. കടികൾ അറിയാലോ, നിങ്ങൾക്ക് അറിയാം. 5000 മേളിൽ കടികൾ വാങ്ങി. അതോടൊപ്പം തന്നെ വനമുള്ള പാമ്പിൻ്റെ മൂർഖൻ്റെ അണലിയുടെയും കടികൾ ഏകദേശം 499 പ്രാവശ്യം കടികൾ വാങ്ങി. അതിൽ 16 പ്രാവശ്യം ക്രിട്ടിക്കലായി, 6 പ്രാവശ്യം വെന്റിലേറ്ററിലും 10 പ്രാവശ്യം ഐസിലും കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കടിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കടി എങ്ങനെയാണ് വരുന്നത്. കടി ഞാൻ എപ്പോഴത്തെ നാളുകൊണ്ട് ക്ലാസ് എടുക്കുന്നു. 2006 മുതൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 2006 മുതൽ വനം വകുപ്പിന് ക്ലാസ് എടുക്കുന്നു.
കൊടുക്കുന്നു, വനം വകുപ്പിന് ട്രെയിനിങ് കൊടുക്കുന്നു, ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ സിംറ്റംസ് കാത്തിരിക്കരുത്. ഒരു ഡോക്ടർമാരും കാത്തിരിക്കും. നിങ്ങൾക്കറിയാം, പാമ്പ് കടിയേറ്റ് ഒരു ബൈറ്റ് കണ്ടു, പാമ്പ് ഏത് പാമ്പായിക്കോട്ടെ, ബൈറ്റ് കണ്ട് ബൈറ്റ് മാർക്കിൻ്റെ ചുറ്റിനും നിങ്ങൾ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് പാമ്പാണ്, വെനമുള്ള പാമ്പാണോ വെനമില്ലാത്ത പാമ്പാണോ. എന്ന് വെച്ചാൽ വെനമെന്ന് പറയുന്നത് പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ കടന്നു പോകുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് വെനമുള്ള പാമ്പിൻ്റെ കടിയാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്തില്ല. 10 വയലിൽ ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ. അപ്പോൾ നിങ്ങൾ തന്നെ ജീവൻ സംരക്ഷിക്കേണ്ട ഒരു ജീവൻ എന്താ പറയുക എടുക്കാൻ ശ്രമിക്കരുത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്, ഒരു കാരണവശാലും പാമ്പ് കടിയേറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾ നിങ്ങൾ എത്തിക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആൻറ്റിവെനം ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു. ആൻറ്റിവെനം ഉണ്ട്, ശരിയാണ്, ആൻറ്റിവെനം അവിടെ ഇരുന്നോട്ടെ. ആൻറ്റിവെനം ചുമ്മാ സോക്കേസിലോ ഫ്രിഡ്ജിലോ ഇരുന്നിട്ട് കാര്യമില്ല. അത് കൊടുക്കാനുള്ള ഡോക്ടർമാർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഇല്ല, ഒരിടത്തും ഇല്ല. രാത്രി കാലത്ത് ഒരു പെട്ടെന്നൊരു എമർജൻസി എന്നാൽ അവിടെ എന്താ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർമാരില്ല. ആൻറ്റിവെനം വെച്ചിട്ട് ഞാൻ അവിടെ ആൻറ്റിവെനം ഉണ്ട്, അവിടെ ആൻറ്റിവെനം എന്ന് പറഞ്ഞാൽ ആൻറ്റിവെനം ചെയ്യണമെങ്കിൽ എന്താ പറയുക, ആൻറ്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് വരാം. കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ കാർഡിയാക് അറസ്റ്റ് വരാൻ തടയാതിനുള്ള മരുന്നുകൾ വേറെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരില്ല അവിടെ വേണ്ടത്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും താലൂക്ക് ഹോസ്പിറ്റലിൽ രാത്രി ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു പാമ്പ് മുറുക്കൻ പാമ്പിൻ്റെ കടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഹാർട്ട് അറസ്റ്റ് വരുന്നു. നമുക്ക് എന്താ പറയുക, നമുക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണം, അതൊന്നിൽ വെന്റിലേറ്റർ വേണം, അല്ലെങ്കിൽ നമുക്ക് കൃത്രിമ ആമ്പ് കൊടുക്കണം. ആമ്പ് അങ്ങനെ എന്തെങ്കിലും സൗകര്യം നമ്മളെ ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് പാവപ്പെട്ട കൊച്ചുകുട്ടികളുടെ ജീവൻ നിങ്ങൾ അപകരിക്കാതിരിക്കുക. ഉണ്ടെന്നുള്ളത് മാത്രം ഉണ്ടെന്ന് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയാനുള്ളത്, ആൻറ്റിവെനം എന്ന് പറയുന്ന മരുന്ന് ലോകത്ത് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഒറ്റ മരുന്നേ ഉള്ളൂ. ഏത് പാമ്പ് കടിച്ചാലും മിക്സഡ് ആൻറ്റിവെനം എന്നറിയപ്പെടുന്ന പോളിവാലൻ്റ് ആൻറ്റിവെനം എന്നറിയപ്പെടുന്ന ഒറ്റ മരുന്ന് മാത്രമേ. അല്ലാതെ അണലിക്ക് വരെ, മൂർഖന് വരെ, ശംഖുവരന് വരെ എന്നൊന്നും ഒരു മരുന്നില്ല. ഈവൻ രാജവെമ്പാല കടിച്ചാൽ പോലും കൊടുക്കുന്ന മരുന്ന് ഒന്ന് തന്നെയാണെന്ന് ഓർക്കുക. അതുപോലെ നമ്മൾ കിച്ചൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സിങ്ക് ഉണ്ട്. ആ സിങ്കിൽ നിന്ന് വെള്ളം പോകുമ്പോൾ നിങ്ങൾ ഒരു PVC പൈപ്പിനകത്ത് നിങ്ങളുടെ വേസ്റ്റ് വെള്ളത്തിൻ്റെ പൈപ്പ് ഇങ്ങനെ കൊണ്ട് ഇറക്കുന്നത് നിങ്ങൾ അടച്ചിട്ടില്ല എങ്കിൽ മറ്റേ സൈഡിൽ തെങ്ങിൻ്റെ മൂട്ടാട് പോകണം, അതിനകത്തൂടെ കയറി വരുന്ന പാമ്പുകൾക്ക് നിങ്ങളുടെ കിച്ചണിനകത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളത് MCയിൽ വെച്ചോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ച് അങ്ങ് സീൽ ചെയ്യുക. അതുപോലെ വാഷിംഗ് മെഷീൻ ഉള്ളവർ വീട്ടിനകത്ത് വാഷിംഗ് മെഷീൻ വെച്ചിട്ട് ഒരു പൈപ്പ് വെച്ചിട്ട് അതിനകത്താണ് വേസ്റ്റ് കൊണ്ട് ഇറക്കുന്നത്. ആ വെള്ളവും തെങ്ങിൻ്റെ മൂട്ടിലേക്കാണ് വിടുന്നത്. കുഴിയിലൊക്കെ എല്ലാം വിട്ടെങ്കിൽ ഇതിനകത്തൂടെയും പാമ്പ് വരും. അപ്പോൾ അതും നിങ്ങൾ MCയിൽ വെച്ച് അടയ്ക്കണം. പിന്നെ പഴയ ബാത്റൂമുകളാണെങ്കിൽ നമ്മൾ PVC പൈപ്പുകളാണെങ്കിൽ ആ PVCക്ക് അകത്തൂടെ വന്നിട്ട് ഈ PVC നമ്മളെ ഈ കുളിമുറിക്കകത്തൊന്ന് തുറച്ച് വയ്ക്കും. അപ്പോൾ ഇതിനകത്തുള്ള പാമ്പുകൾ അകത്തേക്ക് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്നിൽ സീൽ, അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഡെയിലി ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ച് പെർമനൻ്റ് ആയിട്ട് അതിനകത്ത് വെച്ചിരിക്കുക. അപ്പോൾ പാമ്പുകൾ അതിനകത്ത് കയറി വരത്തില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും പറയുന്ന ആ വീട്ടിൽ നമ്മൾ എന്താ പറയുക, തൃശ്ശൂർ അമോൻ മരണപ്പെട്ടത് വള്ളിയിൽ കൂടി പാമ്പ് കയറുന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പൊട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ശംഖുവരൻ പാമ്പ് പകൽ സഞ്ചരിക്കുന്ന പാമ്പാണ്. ലോകത്തൊരിക്കലും ശംഖുവരൻ പാമ്പുകൾ പകൽ സഞ്ചാരികൾ, രാത്രി മാത്രം സഞ്ചരിക്കുന്ന പാമ്പാണ് ശംഖുവരൻ പാമ്പ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടാൻ പാമ്പുകൾ. അതൊരിക്കലും മേളിൽ കൂടി സഞ്ചരിക്കുന്ന പാമ്പല്ല, തറയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടാണ് തറയിൽ കൂടി വരുന്നത്? നമ്മുടെ വീട്ടിൽ അവരുടെ ഫുഡുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും കിടക്കുമ്പോൾ കട്ടിൽ ചേർത്തിട്ട് വയ്ക്കുന്നു. ഒരു കാരണവശാലും കട്ട് ചവരോട് ചേർത്തിട്ട് വയ്ക്കരുത്. ഒരു 10 ഇഞ്ചെങ്കിലും അകലത്തിലേക്ക് കട്ടിൽ നീക്കിയിടുക. ജനലിൻ്റെ അവിടെ നിന്ന് അലമാര ചേർത്ത് വെക്കരുത്. അലമാര ഗ്യാപ്പിട്ട് വയ്ക്കും. കാരണം ഇഴജന്തുക്കൾ വന്നിട്ട് ഈ അലമാരയൊക്കെ ഒട്ടിയിരിക്കും, ചവരോട് ചേർന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്നിരിക്കാനായിട്ട് സാധ്യത 100% കൂടുതലാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വന്നിട്ട് പതുക്കെ ഇതിൻ്റെ കട്ടിലിൻ്റെ കാലിൽ കൂടിയൊക്കെ നമ്മുടെ മെത്തേരെ മേളിൽ കയറി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ കടി കിട്ടാൻ സാധ്യത. പക്ഷേ എന്നാലൊരു കാര്യം പറയണം, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരത്ത് അഴൂരും 2 മക്കളും മരണപ്പെട്ടത് കട്ടിലിൽ കിടന്നിട്ട് പാമ്പ് കടിച്ചിട്ടല്ല, താഴെ കിടന്നിട്ടാണ്. അഴൂർ മുത്തശ്ശിയോടൊപ്പം കിടന്നിറങ്ങിയ മോനാണ് പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത്. മറ്റേ എന്താ പറയുക, തൃശ്ശൂർ കോടാലിക്കടുത്ത് ഈ മോൻ മരണപ്പെട്ടതും തറയിൽ കിടന്നുറങ്ങി മെത്തയിൽ ബെഡ്ഷീറ്റ്. അപ്പോൾ നിങ്ങൾ വേനൽക്കാലത്ത് സന്ധ്യാസമയത്ത് നിങ്ങൾ വീട്ടിൻ്റെ മുന്നിലത്തെയും പിന്നത്തെ ഡോറ് തുറന്നിട്ട് അമ്മമാർ കാറ്റ് കയറട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും വെളിയിൽ നിൽക്കരുത്, ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കരുത്. അതുപോലെ വീട്ടിൻ്റെ പടിക്കെട്ടിൽ ചെടികൾ വെക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഈ വള്ളിപ്പടർപ്പ്, നിങ്ങൾ പടവലം വളർത്തേണ്ടെന്നോ ഇതുപോലത്തെ ചെടികളൊന്നും വളർത്തേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വീട്ടിൻ്റെ ഷെൻസിൻ്റെ ക്ലാമ്പിലേക്ക് വരുന്ന സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. കാരണം മുറുക്കൻ പാമ്പൊക്കെ വള്ളിയിൽ കൂടി കയറി വന്ന് നമ്മുടെ വീടിനകത്ത് വെന്റിലേറ്റർ വഴിയൊക്കെ നമ്മുടെ എയർ ഹോൾ വഴിയൊക്കെ അകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ പല സ്ഥലത്തും കാണാൻ കഴിയുന്നത് വീട്ടിൻ്റെ വെളിവശത്ത് ബെഡ്റൂമിൻ്റെ ഒക്കെ സൈഡിൽ നമ്മളൊക്കെ പറയും എല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഗ്യാസ് ഉപയോഗിക്കുന്ന വീട്ടിലൊക്കെ എന്തിനാണ് നിങ്ങൾ ഉള്ള വിറവൊക്കെ വാരി അടുക്കി വെച്ചിരിക്കുന്നത്? ഉള്ള വിറവെല്ലാം വാരി വീട്ടിൻ്റെ അടുത്ത് അടുക്കി വെക്കും. അപ്പം എന്നിട്ട് ഷീറ്റിട്ട് മൂടി വയ്ക്കും. ഷീറ്റിട്ട് മൂടി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എലി വന്ന് ഈ ഷീറ്റിൻ്റെ അടിയിൽ ഷെൽട്ടർ ആക്കുന്നു. അപ്പോൾ പാമ്പ് എലിയെ പിടിക്കാനായിട്ട് ഷീറ്റിൻ്റെ അടിയിൽ വരുന്ന സമയത്ത് എലിയെ പിടിച്ച് കഴിയുമ്പോൾ കുറേ സമയം അവൻ്റെ വയറ് നല്ല വൃത്തി. അപ്പോൾ അവൻ മൂവ് ചെയ്ത് പോകില്ല. അപ്പോൾ അവൻ നോക്കുമ്പോഴത്തേക്ക് അകത്തുനിന്ന് ഫാനിൻ്റെ കാറ്റ് വരുന്നത്, ജനൽ വരുന്നത്. ആ ജനൽ വഴി കയറി കാറ്റ് കിട്ടുന്ന വഴിയാണ് അവൻ്റെ റൂട്ട്. നിങ്ങൾ റൂമിനകത്തൊരു പാമ്പിനെ അടച്ചിട്ടിട്ട് നിങ്ങൾ എയർ ഹോൾ വരുന്നത് നോക്കി, പാമ്പുകൾ എപ്പോഴും എയർ ഹോളിലേക്ക് ഇങ്ങനെ നോക്കുക, കാറ്റ് വരുന്നതാണ് അവൻ്റെ റൂട്ട്, അവൻ സഞ്ചാര വഴി. അവൻ അങ്ങോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് നേരെ കട്ടിലിനകത്തേക്കാനും കട്ടിലിൽ കിടക്കുന്നത് കണ്ടില്ലേ? പാറശാലയിൽ ഒരു മോള് കട്ടിലിൽ കിടന്നിറങ്ങിയ മോൾ പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത് കണ്ടില്ലേ? തൃശ്ശൂർ 13-17 വയസ്സുള്ള മോൻ കട്ടിലിൽ കിടന്നിറങ്ങിയ മോന് പാമ്പ് കടിയിട്ട് മരണപ്പെട്ടത്. എങ്ങനെയാണ് മരിച്ചത്? 2 സ്ഥലത്തും പാമ്പ് ജനലിൽ കൂടി കയറി വന്നിട്ടുണ്ട്, കാരണം കടിച്ച് മരണപ്പെട്ടത്. എൻ്റെ പ്രത്യേകതയിൽ ഞാൻ കേരളത്തിൽ എവിടെ പാമ്പ് കടി കിട്ടിയാലും പാമ്പ് മരണം കിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാറുണ്ട്. ഞാൻ അവിടെ സഞ്ചരിക്കാറുണ്ട്, പരിസരത്തൊക്കെ സഞ്ചരിച്ച് അത് എല്ലാ ഉത്തര കൊലക്കേസിന് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പാമ്പ് കടിയിലും ഞാൻ സംശയദൃഷ്ടിയോട് കൂടിയാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വീടൊക്കെ സഞ്ചരിക്കും, ആ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ വിളിക്കും, എങ്ങനെയാണ് അവിടുത്തെ പരിസ്ഥിതി, വീടിൻ്റെ പരിസരം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും.
ചോദിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് എനിക്കിത്ര സ്പഷ്ടമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇതിനോടൊപ്പം മറന്നു പോകാതിരിക്കുക. പാമ്പിനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അണലി പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സ്പ്ലിറ്റായി പോകുന്ന ചിതറി പോകുന്ന സമയമാണ്. പാമ്പുകൾക്ക് മറ്റ് പക്ഷികളെ പോലെയൊന്നുമല്ല, പ്രസവിച്ചോ കഴിഞ്ഞാൽ തള്ളയായിട്ടൊരു ബന്ധമില്ല. കാരണം വെച്ചാൽ തള്ള പാൽ കൊടുക്കുന്നില്ല, തള്ള ഹണ്ട് ചെയ്ത് പക്ഷികളെ പോലെ ഫുഡ് കൊടുക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് ഇര തേടി പിടിച്ചോളാം. അപ്പോൾ അവർ 4 വഴിക്കും സഞ്ചരിക്കുന്നു. മൂർഖനായിരുന്നു അത് തന്നെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ ചപ്പൊക്കെ കൂട്ടിയിരുമ്പോൾ ചപ്പിനകത്തൊക്കെ വന്നിരുന്ന് കൊച്ചു മക്കളൊക്കെ അറിയാതെ ഒന്ന് ചപ്പൊക്കെ കാരി കളിക്കുമ്പോൾ അവർക്ക് അപകടം ഉണ്ടാകും. ഒരു കാരണവശാലും അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ച് വെക്കാതെ. നിങ്ങൾക്കറിയാം, പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും 50 സെൻറ്റ് ഉണ്ടെങ്കിലും 1 ഏക്കർ ഉണ്ടെങ്കിലും താമസിക്കുന്ന വീടിൻ്റെ 4 വശം ഒരു 10 അടി വീതിക്ക് അമ്മമാർ എന്നും തൂത്ത് വൃത്തിയാക്കി വെള്ളമൊക്കെ തളിച്ച് ചാണകവെള്ളം തളിച്ചിട്ട് എന്തിനു വേണ്ടിയാണ്? പാമ്പ് വരാതിരിക്കാൻ വേണ്ടി. ചാണകവെള്ളം തളിച്ചാൽ പാമ്പ് വരാതി, പക്ഷേ വരുമ്പോൾ അവർക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നു. അപ്പോൾ അപകടം ഉണ്ടാകുന്നില്ല. അപ്പോൾ പാമ്പുകൾക്ക് അപ്പുറത്ത് ഈ ചപ്പിന് അപ്പുറത്തോട്ട് വസിക്കാൻ സ്ഥലമുണ്ട്, അത് ഇങ്ങോട്ട് വരികയില്ല. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതെല്ലാം നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലിടാതിരിക്കുക. പറ്റുമെങ്കിൽ വേനൽക്കാലത്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളം പിടിച്ച്, നിങ്ങൾ വേസ്റ്റ് വെള്ളം പിടിച്ച് അടുത്ത പറമ്പിലേക്ക് ഓടി. അപ്പോൾ പാമ്പുകൾ ഇപ്പോൾ ഇങ്ങ് വരത്തില്ല, അവിടെ ജീവിച്ചോളൂ, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അവിടെ കിടക്കുമ്പോൾ അവർ പരസ്പരം പൂരങ്ങൾ, പാമ്പുകളെ പരസ്പരം തിന്നുന്ന ജീവികളാണ്. അപ്പോൾ അവിടെ കിടന്ന് പരസ്പരം വിശക്കുമ്പോൾ തിന്ന് അവരങ്ങ് നശിക്കും. അതുപോലെ തന്നെ ഉക്കൻ പാമ്പിനെ പിടിക്കുന്ന ജീവിയാണ്, അതുപോലെ കീരി പാമ്പിനെ പിടിക്കുന്ന ജീവിയാണ്. ഇപ്പോൾ ഇവരൊക്കെ കുറേയൊക്കെ അങ്ങ് കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് കഴിയും. പിന്നെ കോട്ടയം ജില്ലയിൽ ഒരു മകൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു. ഹംബിനോസർ പിറ്റുവേപ്പൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു. എങ്ങനെയാണെന്ന് പറയുമ്പോൾ, കുന്നിൻ്റെ മേളിൽ വെച്ച് കടി കേൾക്കുന്ന അമ്മ മോളെ എടുത്തുകൊണ്ട് ഓടി താഴേക്ക്. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കുഞ്ഞുങ്ങൾക്ക് പാമ്പ് കടി ഏൽക്കുക, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടാൻ പാടില്ല. ഓടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ശരീരം നിങ്ങൾ കുലുങ്ങുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ശരീരം കുലുങ്ങുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് പെട്ടെന്ന് അപകടം പെടുന്ന പാർശ്വത്തിലെത്തും, കുഞ്ഞുങ്ങൾക്ക് മരണം സംഭവിക്കും. ഇവിടെയും സംഭവിച്ച് അഴൂർ ഞാൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ അച്ഛൻ മകനെ എടുത്തുകൊണ്ട് ഓടി 2 വീലറിൽ കയറ്റി 2 വീലറിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. ഒരിക്കലും നിങ്ങൾ 2 വീലറിൽ കയറ്റി കുഞ്ഞുങ്ങളെ എന്ത് അപകടം രാത്രി വന്നാലും കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ 2 വീലറിൽ കയറ്റി കൊണ്ടുപോകരുത്. നിങ്ങൾക്കത് എന്താ പറയുക, മറ്റു വാഹനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ തൃശ്ശൂർ നടന്നതും അതുപോലെയാണ്. പെട്ടെന്ന് മോനെ എന്താണെന്ന് അറിയാത്ത മോനെ എടുത്ത് 2 വീലറിൽ കയറ്റിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ആ മോനെ അവിടെ ഒരിക്കലും അങ്ങനെ മണ്ടത്തരം കാണിക്കും. കുട്ടികൾക്ക് പാമ്പടിയുടെ തോളിലെടുത്തിട്ടുണ്ട് ഓടി പോകരുത്. ഇതെല്ലാം മണ്ടത്തരാണ്. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയെ എന്താ പറയുക, ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റി, കുട്ടികളായിരുന്നു വലിയവർ, ആ ചിന്തയിൽ നിന്ന് മാറ്റി കൊണ്ടുവരിക. എന്ന് വെച്ചാൽ അത് പാമ്പ് കടിയല്ല, കുഴപ്പമില്ല, നമ്മൾ അവനെ പേടിയില്ലാതാക്കുക മാത്രമാണ് ഫസ്റ്റ് എയ്ഡ്. അതിനുശേഷം അദ്ദേഹത്തിനെ പിടിച്ച് ഒരു കസേരയിലോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്ത് ഇരുത്തിയതിനു ശേഷം ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ബ്ലേഡോ പിച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. ഇതെല്ലാം അപകടമാണ്. കെട്ടുക എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം രക്ത ഓട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയ്ക്കുക എന്നാണ്. രക്തോട്ടം കുറയ്ക്കെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന തുണി ഏതാണോ, നിങ്ങളോ അദ്ദേഹം ധരിച്ചിരിക്കുന്ന തുണി ഏതാണോ, അത് 2 വിരൽ 3 വിരൽ വീതിക്ക് നല്ല നീളത്തിന് കയറിയെടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ എടുക്കുക, കടിച്ച സ്ഥലത്ത് ഒരു കൈ അകലം എടുക്കുക, അകലത്തിന് മുകളിലേക്ക് വീതിക്ക് തന്നെ തുണി വെച്ച് ചുറ്റിക്കെട്ടുക. ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത്. രക്തോട്ടം കുറയ്ക്കരുത് രീതി കെട്ടുക. വീണ്ടും ഒരു കഷ്ണം തുണി കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക. കൈ കെട്ടിയ ഭാഗം ഈ അടുത്ത കാലത്ത് കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പാമ്പ് കടിച്ച ഒരു കുട്ടി ഒരാളിനെ കൊണ്ടുവന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കൈ തൂക്കിയിട്ട് തന്നെ കൈ ഉയർത്തി വെക്കണമായിരുന്നു. എന്ത് പൊട്ടന്മാരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൈ ഉയർത്തി വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ ബ്ലഡ് പെട്ടെന്ന് താഴേക്ക് വന്ന് തലച്ചോറിലും ഹാർട്ടിലും ബാധിച്ച് അദ്ദേഹത്തിന് മരണം സംഭവിക്കുക. കൊല്ലാനാണോ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ? അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ മണ്ടത്തരം കാണിക്കുക. ഇങ്ങനെ വയറ്റിൻ്റെ താഴെ ഇങ്ങനെ ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ വെക്കുക. അത് ഇതിനെ ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ട് കാലിലാണ് കടിയിട്ട് നിവർത്തി വെക്കുക, ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അറിയാം, നമുക്ക് മൂർഖൻ പാമ്പിൻ്റെ കടിയൊക്കെ ആയിട്ട് നമുക്ക് ഹാർട്ടിനെ ബാധിക്കുന്ന ബലമാണ്. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഈ ആളിന് ചിലപ്പോൾ കിടക്കണമെന്ന് ഒരു കാരണവശാലും നിങ്ങൾ മലർന്ന് കിടക്കാൻ അനുവദിക്കരുത്, കമിഴ്ന്ന് കിടക്കാൻ അനുവദിക്കരുത്, ഇടത് സൈഡ് ചേർന്ന് ചരിഞ്ഞ് കിടക്കാൻ അനുവദിക്കും. കാരണം ഇടത് സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ ഹാർട്ടിനെ ബാധിക്കുന്ന ബലം പെട്ടെന്ന് ശ്വാസകോശം ചുരുങ്ങി വരുമ്പോൾ നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോൾ ആ ഹാർട്ടിന് ഒരിക്കൽ കൂടി പ്രഷർ കൂടും, അദ്ദേഹത്തിന് മരണം സംഭവിക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ മണ്ടത്തിന് കാണിക്കുന്നത്. വലത് സൈഡ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് പരമാവധി നിങ്ങൾ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വലത് സൈഡ് ചരിഞ്ഞ് കിടക്കുക. അപ്പോൾ വലത് സൈഡ് ചരിഞ്ഞ് കിടക്കുമ്പോൾ ഈ കവം ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന കവം, നമുക്ക് പുറത്തേക്ക് കവം പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഈ കുറച്ചുകൂടി ശ്വാസം എടുക്കാനുള്ള ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട. അപ്പോൾ അപകടം ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതെല്ലാം ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു ബൈക്കിൽ നിന്നൊരു ഒരു കുഞ്ഞിനെ ഇങ്ങനെ കടിക്കാൻ പോകുന്നൊരു ചേരയുടെ വിഷ്വൽ കണ്ടിട്ട് പല കേരളത്തിലെ പ്രമാദമായ ചാനലുകൾ അതിന് ഉടനെ ഒരു ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു, വലിയ മൂർഖൻ പാമ്പിൽ നിന്ന് കടി ഏൽക്കാനുള്ളത്. എന്ത് മനുഷ്യന്മാരെ ഈ കേരളത്തിൽ എത്ര പാമ്പ് കൊടുത്തക്കാളുണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ. നിങ്ങൾ ഒരാളെങ്കിലും അതിൻ്റെ അടിയിൽ കയറി ഒന്ന് കമൻസ് ഇട്ട് കൊടുക്കാൻ, ഇത് ചേരയാണ്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ചോദിച്ചു. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മൊബൈൽ അടിച്ചടിച്ചതിൻ്റെ പരുവായി. കാരണം അമ്മമാർക്ക് ഭയമായി, അപ്പന്മാർക്ക് ഭയമായി. ഗൾഫിലിരിക്കുന്ന കുഞ്ഞുമക്കൾ മുത്തശ്ശിയോടും ഇപ്പം കേരളത്തിൽ നിൽക്കുന്ന മക്കളുടെ അമ്മമാർ ഗൾഫിൽ കിടന്ന് വിളിയാ, ചേട്ടാ എന്താണ് ചേട്ടാ ഇതിൻ്റെ പരിഹാരം, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഞാൻ പറയുന്നത് ഇന്നതുപോലെയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ വീട്ടിലേക്ക് വരുന്നു ആകർഷിക്കാതിരിക്കാനുള്ള പരിപാടികൾ മാത്രം ചെയ്യുക. കുഞ്ഞുമക്കൾ വെളിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുക ഈ സമയങ്ങളിൽ. അതോടൊപ്പം തന്നെ വേറെ മാറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഒരുത്തൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കാനിരിക്കണം. ഞാൻ ശരിയാണെന്ന് പറയുന്നത് തെറ്റായിട്ട് പറയുന്ന കുറേ എന്താ പറയുക അത് വളരെ കുറച്ച് മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലിയ. അതിന് റിസർച്ചൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക്
നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം പാമ്പ് വരുന്നുണ്ടെങ്കിൽ സ്ഥിരം പാമ്പ് വരുന്ന സ്ഥലങ്ങൾ ആദ്യം ഓസ് വെച്ച് വെള്ളം ഒന്ന് നനയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഡീസലോ മണ്ണെണ്ണയോ വാങ്ങി വെക്കുക. അത് ഒരു മിൽവാട്ടറിൻ്റെ ബോട്ടിൽ നമ്മൾ കുടിക്കാൻ വെള്ളം ഉപയോഗിക്കുന്ന ബോട്ടിൽ അല്ല, സ്പ്രേ ഒരിക്കലും ചെയ്യരുത്. എന്നിട്ട് അതിൽ ചെറിയൊരു അടപ്പിൽ ചെറിയ പപ്പടം കുത്തിരി ചുണ്ടുമ്പോൾ ചെറിയൊരു ഹോൾഡ്, ആ നനഞ്ഞ ഭാഗത്ത് 2-3 പ്രാവശ്യം നിങ്ങളങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പാമ്പിൻ്റെ പ്രത്യേക പാമ്പ് മൂക്കുകൊണ്ട് മണമെടുക്കുന്ന ജീവിയല്ല, ശ്വസിക്കാൻ വേണ്ടി മാത്രമാണ് മൂക്കിന് വായിൽ കൂടി എയർ വലിക്കുന്നത്. അവരുടെ ജേക്കബ് ഓർഗൻ എന്ന് പറഞ്ഞ സെൻസിങ് ഓർഗനിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ടങ്കാണ്, നാവാണ്. അങ്ങനെ നാവ് പുറത്തേക്കിട്ട് സഞ്ചരിക്കുന്നത്. പാമ്പുകൾ നാവ് പുറത്തേക്കിട്ട് സഞ്ചരിക്കുന്നത് ഷോ കാണിക്കാനൊന്നുമല്ല. എലിയുടെ മൂത്രത്തിൻ്റെയോ യൂറിൻ്റെയോ മോഷൻ്റെയോ ഗന്ധം നാക്കുകൊണ്ട് സെൻസ് ചെയ്തിട്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് എലി ഉണ്ടെന്നും പറഞ്ഞാൽ മതി. അല്ലാതെ ഇവിടെ വീട്ടിൽ വെളിയിരിക്കുമ്പോൾ മണിക്കൂട്ടാ നീ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ ഒരു പാമ്പ് വീടിനകത്തേക്ക് വരാൻ പോകുന്നില്ല. ഈ മോഷൻ സെൻസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണെണ്ണ ആസിഡാണ്, ആസിഡ് പവർ നാക്കിലേക്ക് അവന് സെൻസ് ചെയ്യാൻ പറ്റും. അവൻ പെട്ടെന്ന് ഇത് വേറെ എൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന സാധനമാണെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് മടങ്ങി പോകുന്നതായിട്ട് ലക്ഷക്കണക്കിന് വീടുകളിൽ പരീക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട്, നമ്മുടെ സേഫ്റ്റിയാണ് വലുത്, നമ്മുടെ ജീവനാണ് വലുത്, നമ്മുടെ മക്കളുടെ ജീവൻ, നമ്മുടെ കൊച്ചുമക്കളുടെ ജീവനൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു കാരണവശാലും പാമ്പടിയിട്ട് നിങ്ങൾ വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകരുത്. ഒരു കാരണവശാലും നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകരുത്. ആൻറ്റിവെനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റലിൽ മാത്രം എത്തിക്കുക. വേറെ പാമ്പിനെ തേടി നടക്കരുത്. ഏത് പാമ്പ് കടിച്ചാലും ഇന്ത്യയിൽ ഒറ്റ മരുന്നേ ഉള്ളൂ. അല്ലാതെ അണലിക്ക് വരെ, മൂർഖന് വരെ, ശംഖുവിന് വരെ എന്നൊരു മരുന്നില്ല. മിക്സഡ് ആൻറ്റിവെനം, ഏത് മരുന്ന് പാമ്പ് കടിച്ചാലും ഒറ്റ മരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പാമ്പ് കടിയിട്ട് മരണങ്ങളിൽ പല കേസിലും മരണം സംഭവിക്കുന്ന പാമ്പിൻ്റെ വെനം കയറിയിട്ടല്ല, പാമ്പ് കടിയിട്ടാൽ കൊടുക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും നമ്മുടെ കേരളത്തിൽ മരണപ്പെടുന്നത് എന്നുള്ളൊരു സത്യം കൂടി ഞാൻ പുറത്തേക്കുന്നതിൻ്റെ എന്തെങ്കിലും തെളിവാണെങ്കിൽ എന്നെ എതിർക്കുന്നവർക്ക് എന്നോട് ചോദിക്കാൻ 100 കണക്കിന് തെളിവുകൾ ഇങ്ങനെ പറത്തി വിട്ടുതരാൻ ഞാൻ തയ്യാറാണെന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ പാമ്പുകളെ സ്നേഹിക്കുന്ന, എൻ്റെ അതികളെ സ്നേഹിക്കുന്ന എല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു.